ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ ആൻഡ് മൈൻഡ് ഫാമിലി. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എഗ്ഗാണ് കേട്ടോ. എഗ്ഗ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓംപ്ലേറ്റ് അടിക്കാൻ പോവല്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് എഗ്ഗ് വെച്ചിട്ട് ഒരു ഹെയർ പാക്കാണ് കേട്ടോ ചെയ്യുന്നത്. എഗ്ഗ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രോട്ടീൻ റിച്ചായൊരു സംഭവമാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ മുടിക്കൊക്കെ കുറച്ച് പ്രോട്ടീൻ കൊടുക്കാം ഗായ്സ്. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഒരു 1-2 സാധനങ്ങൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, എഗ്ഗ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, പ്രോട്ടീൻ റിച്ചായ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എൻ്റെ രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പുള്ള എൻ്റെ ഹെയറിൻ്റെ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഒണിയനും അതുപോലെ എഗ്ഗും നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ റൈസും. നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ റൈസ് എന്തിനാണ് ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ നമ്മുടെ എഗ്ഗും അതുപോലെ തന്നെ ഓണിയനും മിക്സിയിലടിക്കുമ്പോൾ അത് തേച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒലിച്ചിറങ്ങുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൈസ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അത് മാത്രമല്ല, നമ്മുടെ റൈസ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിക്കൊരു സ്ട്രൈറ്റൻ ഫീൽ കിട്ടിയ പോലെ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടുകൂടെയാണ് ഞാനിവിടെ റൈസ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു പാക്കിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഹെയർ പാക്ക് ഇതാട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിലുള്ള കെട്ടൊക്കെ നല്ലതുപോലെ കളയണം കേട്ടോ. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പല്ലകലുള്ള ചീപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കെട്ട് വീണ് പൊട്ടുന്നതൊക്കെ ഏറെക്കുറെ കുറയ്ക്കും. പാർട്ടീഷൻ എടുത്തതിന് ശേഷമാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടില്ലേ ഇങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ റൈസ് ചേർത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇത് ഒഴുകി പോകാത്തത്. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒഴുകി പോയിട്ട് നമ്മുടെ ഫേസിലൊക്കെ ഫുള്ള് ഇങ്ങനെ ആവും. റൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഈ മുഖത്തോട്ടൊക്കെ ഇങ്ങനെ ഇത് ഒഴുകി വരുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഇറിറ്റേഷനാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ ഈ റൂട്ടിൽ, അതായത് നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യട്ടെ. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാജ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് നമ്മുടെ ഹെയറുടെ റൂട്ടിലൊക്കെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ആയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ കഴുകി കളയാൻ വേണ്ടിയിട്ട് ഷാമ്പുവോ അതുപോലെ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നോർമൽ വാട്ടറിൽ തന്നെയാണ് കേട്ടോ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പാക്കിൻ്റെ ആഫ്റ്റർ റിസൾട്ട് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.